എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പം നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും ദൈവം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് നന്മ ചെയ്യുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അപ്പം നന്മ ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഒരു വൃക്ഷം അത് ഒരിക്കലും ആ വൃക്ഷത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ആ വൃക്ഷമല്ല കഴിക്കുന്നത്, മറ്റുള്ളവർക്കാണ് വൃക്ഷം അനുഗ്രഹമാകുന്നത്. ഇതുപോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ ദേശത്ത്, ഓരോ കുടുംബത്തിനകത്ത്, ഓരോ സ്ഥാപനങ്ങൾക്കകത്ത് നട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് മാത്രം ഫലം കായ്ച്ചു പ്രയോജനപ്പെടുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവർ കൂടെ നമ്മൾ അനുഗ്രഹമാകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ നട്ടിരിക്കുന്നത്. ഒരു വൃക്ഷവും അതിൻ്റെ ഫലം സ്വയമേ ഭക്ഷിക്കാറില്ല. ഇതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയിരിക്കണം, നന്മ ചെയ്യണം. എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കണം, ഇന്ന് ഞാൻ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യും. ആമേൻ. അപ്പോൾ നന്മ ചെയ്യുവാനുള്ള അവസരം നമ്മൾ കണ്ടെത്തുക, ആ അവസരത്തെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഈവൻ ശത്രുക്കൾക്ക് പോലും നമ്മൾ നന്മ ചെയ്യണം. വേദപുസ്തകത്തിൽ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് തിന്മാൻ കൊടുക്കണം, അങ്ങനെ നീ അവൻ്റെ തലയിൽ തീക്കുമ്പാരമിടുകയും യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരും. അതുപോലെ കൂട്ടായ്മ കാണിക്കാൻ മറക്കരുത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമുക്കാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ആമേൻ. ഒരു രോഗിയെ കാണാൻ പോകുന്നു, അവരോട് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഇതൊക്കെ ഒരു സാക്രിഫിഷ്യൽ മൈൻഡോടുകൂടി, ത്യാഗ മനോഭാവത്തോടു കൂടെ വേണം. കർത്താവ് പറയുന്നത് ഇത് യാഗത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ചില കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറന്നു പോകരുത്. കുഞ്ഞുങ്ങളോടൊപ്പം പുറത്തു പോകാനിരുന്ന സമയത്തായിരിക്കാം ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യേണ്ടതായിട്ട് വന്നത്. അത് മടുത്തു പോകാതെ ചെയ്യാമെങ്കിൽ അത് തക്ക സമയത്ത് നമ്മൾ കൊയ്യുമെന്നാണ് പറഞ്ഞത്. ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമുക്കൊരു കൊയ്ത്തുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പ്രതിഫലമുണ്ട്. അത് ചെയ്യുന്നത് പോലെ ഇതൊരു സീഡാണ്. സീഡ് ഇട്ട് കഴിഞ്ഞാൽ ആ സീഡിൻ്റെ വലുപ്പത്തിലല്ല ഹാർവെസ്റ്റ് വരുന്നത്, അതിലും അധികമായ ഹാർവെസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ എത്രമാത്രം നന്മ ചെയ്യാമോ, എത്രമാത്രം കൂട്ടായ്മ കാണിക്കാമോ, ഡു ഇറ്റ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഇതൊരു നല്ല ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിച്ചാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങളിത് കേൾക്കുമ്പോൾ പറയും, ഇന്ന് ഞാൻ ആർക്കെങ്കിലും ഒക്കെ ഒരു നന്മ ചെയ്യും, കൂട്ടായ്മ കാണിക്കും, ദൈവസഭയോട് കൂട്ടായ്മ കാണിക്കും, കർത്താവിൻ്റെ ദാസന്മാരോട് കൂട്ടായ്മ കാണിക്കും, എന്നാലാകുന്ന സഹായങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.